ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം വ്യാപാര സാധനങ്ങളുടെയും ആസ്തികളുടെയും സക്കാത്ത്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ ഫത്വകൾ അദ്ദേഹം വിവിധ ഗ്രന്ഥങ്ങളിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഫത്വകളാണ് വായിക്കാൻ പോകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ അറബി വാചകങ്ങൾ, ഷെയ്ഖിൻ്റെ അറബി വാചകങ്ങൾ ഇതേ തലക്കെട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ തലക്കെട്ടിൻ്റെ അടിയിലുള്ള താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതേ ലേഖനത്തിൽ ഇതിൻ്റെ അറബി വാചകങ്ങൾ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്, വ്യാപാരത്തിനും ലാഭം നേടുന്നതിനുമായി ഒരാൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും സക്കാത്ത് നിർബന്ധമാണ്. ഭൂമി, ഫർണിച്ചർ, കന്നുകാലികൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വ്യാപാരത്തിനായി കരുതി വച്ചിരിക്കുന്ന ഏതൊരു വസ്തുവും ഇതിൽ ഉൾപ്പെടും. ഇത്തരം വ്യാപാര സാധനങ്ങളിൽ ഒരു വർഷം, അതിന് ഹൗൽ എന്ന് പറയാം, പൂർത്തിയാകുമ്പോൾ അവയുടെ അന്നത്തെ വിപണി വിലയുടെ 40% ഭാഗം അഥവാ 2.5% സക്കാത്തായി നൽകണം. ഒരു വ്യാപാരി സക്കാത്തിൻ്റെ വർഷം പൂർത്തിയാകുമ്പോൾ തൻ്റെ കൈവശമുള്ള സാധനങ്ങളുടെ മൂല്യം കണക്കാക്കി അതിൻ്റെ 2.5% നൽകണം. അപ്പോൾ ഒരു വർഷം പൂർത്തിയാകണം, അതാണ് നിസാബ് എന്ന് പറയാം. കൊടുക്കേണ്ടത് 2.5% സക്കാത്താണ്. ആ മൂല്യം വാങ്ങിയ വിലക്ക് തുല്യമോ അതിൽ കുറവോ അതിൽ കൂടുതലോ ആയാലും അതാണ് പരിഗണിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരാൾ 100 റിയാലിന് ഒരു സാധനം വാങ്ങി. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വില 2000 റിയാലായി. അപ്പോൾ 2000 റിയാലിൻ്റെ സക്കാത്ത് നൽകണം. മറിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വില 500 റിയാൽ മാത്രമാണെങ്കിൽ 500 റിയാലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സക്കാത്ത് നൽകണം. അതിൻ്റെ വില കൂടിയോ കുറഞ്ഞോ എന്നുറപ്പില്ലെങ്കിൽ ആദ്യം വാങ്ങിയ വില തന്നെയാണ് അടിസ്ഥാനമാക്കേണ്ടത്. കാരണം വർധനവും കുറവും സംശയാസ്പദമാണ്. സംശയമുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യത്തിലേക്കാണ് മടങ്ങേണ്ടത്. പണത്തിൽ ഒരു വർഷം പൂർത്തിയാകുന്നതുവരെ സക്കാത്ത് നിർബന്ധമില്ല. ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ പണം ചെലവാകുകയോ നശിക്കുകയോ നിസാബിൽ താഴെയാവുകയോ ചെയ്താൽ സക്കാത്തില്ല. ഒരു വ്യക്തി വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി ഉണ്ടായിരുന്നാലും അവനിൽ സക്കാത്ത് നിർബന്ധമല്ല. മരണശേഷം അവൻ്റെ അവകാശികൾക്ക് ലഭിച്ച സമ്പത്തിൽ അവരുടെ കൈവശം ഒരു വർഷം പൂർത്തിയാവുകയും സക്കാത്തിൻ്റെ നിബന്ധനകൾ നിറവേറുകയും ചെയ്താൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ. ഒരു വ്യാപാര സാധനം വിറ്റ് മറ്റൊന്ന് വാങ്ങിയാലും ആദ്യത്തെ സാധനത്തിൻ്റെ വർഷക്കണക്കാണ് പരിഗണിക്കേണ്ടത്. ഉദാഹരണത്തിന്, 1000 റിയാലിന് ഒരു സാധനം വാങ്ങി. ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് വിറ്റു. അതിൻ്റെ പണം ഉപയോഗിച്ച് മറ്റൊരു വ്യാപാര സാധനം വാങ്ങി. അപ്പോൾ ആദ്യത്തെ സാധനം വാങ്ങിയത് മുതൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ രണ്ടാമത്തെ സാധനത്തിനും സക്കാത്ത് നൽകണം. കാരണം വ്യാപാര സാധനങ്ങൾ പരസ്പരം ഒന്നിന് പകരം മറ്റൊന്നായി കണക്കാക്കപ്പെടുന്നു. ഒരു വ്യക്തിക്ക് മാസശമ്പളം പോലെയുള്ള വരുമാനം കുറുകെ ലഭിക്കുന്നുവെങ്കിൽ ഓരോ തുകയും ലഭിച്ചതിന് ശേഷം ഒരു വർഷം പൂർത്തിയാകാതെ അതിൽ സക്കാത്ത് നിർബന്ധമല്ല. അവൻ ഓരോ മാസവും ലഭിക്കുന്ന ശമ്പളം അതേ മാസം ചെലവഴിച്ചു കളയുന്നുവെങ്കിൽ ആ ശമ്പളത്തിൽ സക്കാത്തില്ല. കാരണം
അത് അവൻ്റെ കൈവശം ശേഷിക്കുന്നില്ല. എന്നാൽ അവന് മറ്റ് സമ്പത്തുകളുണ്ടെങ്കിൽ അവയുടെ സക്കാത്ത് നൽകണം. ശമ്പളത്തിൻ്റെ മുഴുവൻ തുകയും ചെലവഴിക്കാതെ കുറച്ച് ശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള തുകയുടെ സക്കാത്ത് നൽകണം. എല്ലാത്തിൻ്റെയും സക്കാത്ത് ഒരുമിച്ച് നൽകുന്നതാണ് കൂടുതൽ എളുപ്പവും ഉത്തമവും. ഒരു വർഷം പൂർത്തിയാകാത്ത ഭാഗത്തിൻ്റെ സക്കാത്ത് മുൻകൂറായി നൽകിയതായിരിക്കും അത്. ഒരു വ്യക്തിക്ക് താമസിക്കാൻ ഉപയോഗിക്കുന്ന വീട്, യാത്രക്കായി ഉപയോഗിക്കുന്ന വാഹനം, കൃഷിക്കുള്ള യന്ത്രം അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അവയിൽ സക്കാത്തില്ല. എന്നാൽ അവയിൽ നിന്ന് ലഭിക്കുന്ന വാടക വരുമാനത്തിൽ സക്കാത്തുണ്ട്. അതുപോലെ ഒരാൾ സ്വന്തമായി താമസിക്കാൻ ഒരു വീട് പണിയാനോ വാടകയ്ക്ക് നൽകാനോ വേണ്ടി ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിൽ സക്കാത്തില്ല. അതുപോലെ ആവശ്യം വന്നാൽ വിൽക്കും അല്ലെങ്കിൽ വെച്ചേക്കും എന്ന ഉദ്ദേശത്തോടെ ഭൂമി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതിലും സക്കാത്തില്ല. അതുപോലെ വിൽക്കണോ വേണ്ടയോ എന്ന സംശയാവസ്ഥയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നുവെങ്കിൽ അതിലും സക്കാത്തില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇതിനെക്കുറിച്ച് വിൽക്കാൻ തീരുമാനിക്കുന്നതും വിൽക്കാനുള്ള ഉദ്ദേശവും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വിൽക്കാൻ തീരുമാനിക്കുക, വിൽക്കാനുള്ള നിയത്ത് വെക്കുക, ഉദ്ദേശം വെക്കുക. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ ശറഹ് മുംതയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ വായിക്കാം. അതുപോലെ തന്നെ ഒരാൾക്കൊരു ആസ്തി ഉണ്ടായിരിക്കുകയും പിന്നീട് അതിൻ്റെ ആവശ്യം അവസാനിക്കുകയും ചെയ്തതിനാൽ അത് വിൽപ്പനക്ക് വെക്കുകയും ചെയ്താൽ അതിലും സക്കാത്തില്ല. കാരണം അത് വ്യാപാരത്തിനായി വാങ്ങിയ വ്യാപാര സാധനം അല്ല, മറിച്ച് ആവശ്യകത അവസാനിച്ച ശേഷം വിൽക്കാൻ തീരുമാനിച്ച വ്യക്തിഗത ആസ്തിയാണ്. ഇതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളിൽ ഫത്വ വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത്രയാണ് ഇത് കിതാബു ദുറൂസ് ലിൽ ഉസൈമീൻ ഫരീദത്തു സക്കാത്ത് ഫിൽ ഇസ്ലാമിൽ അംവാൽ അല്ലത്തി തജു ഫിഹ അസ്സക്കാത്ത് എന്ന ഭാഗത്തുള്ള ഫത്വയാണ്. ഇനി മറ്റൊരു ഗ്രന്ഥത്തിൽ ചോദ്യം 117 ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ചോദിച്ചു, ഷേഖെ, ആളുകൾ വ്യാപാരത്തിന് വാങ്ങിയ ചില ഭൂമികൾ ഇന്ന് വില കുറഞ്ഞതിനാൽ അവരുടെ കൈകളിൽ കിടന്നു പോയിരിക്കുന്നു. അവർ അതിന് ഉയർന്ന വില കണക്കാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ വിപണി വില വളരെ കുറവാണ്. അത്തരം ഭൂമികളുടെ സക്കാത്ത് എങ്ങനെ കണക്കാക്കണം? അപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ലാഹ് മറുപടി പറയാണ്, സാധാരണ ആളുകൾ ലാഭം പ്രതീക്ഷിച്ച് വാങ്ങുന്ന ഭൂമികൾ വ്യാപാര സാധനങ്ങളാണെന്ന് കണക്കാക്കപ്പെടുന്നു. വ്യാപാര സാധനങ്ങൾ സക്കാത്തിൻ്റെ വർഷം പൂർത്തിയാകുമ്പോൾ അന്നത്തെ വിപണി വില അനുസരിച്ച് മൂല്യനിർണ്ണയം ചെയ്യണം. തുടർന്ന് അതിൻ്റെ 40ൽ 1 ഭാഗം അഥവാ 2.5% സക്കാത്തായി നൽകണം. കാരണം പരിഗണിക്കേണ്ടത് വാങ്ങിയ വിലയല്ല, സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്തിൻ്റെ മൂല്യമാണ്. ഉദാഹരണത്തിന് ഒരാളൊരു ഭൂമി 1 ലക്ഷം രൂപക്ക് വാങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില 2 ലക്ഷം രൂപയായി. അപ്പോൾ 2 ലക്ഷം രൂപയുടെ അടിസ്ഥാനത്തിൽ സക്കാത്ത് നൽകണം. മറിച്ച് 1 ലക്ഷം രൂപക്ക് വാങ്ങിയ ഭൂമി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 50,000 രൂപ മാത്രമേ വിലയുള്ളൂ എങ്കിൽ 50,000 രൂപയുടെ അടിസ്ഥാനത്തിൽ മാത്രം സക്കാത്ത് നൽകണം. കാരണം പരിഗണിക്കേണ്ടത് സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്തെ മൂല്യമാണ്. ഒരാൾക്ക് അതിൻ്റെ വില കൂടിയോ കുറഞ്ഞോ അതേപോലെ തന്നെയോ എന്ന് ഉറപ്പില്ലെങ്കിൽ അടിസ്ഥാന തത്വമനുസരിച്ച് വർധനവോ കുറവോ ഉണ്ടായിട്ടില്ലെന്ന് കണക്കാക്കി വാങ്ങിയ വില തന്നെ മൂല്യമായി കണക്കാക്കാം. എന്നാൽ ഇന്ന് പലർക്കും ഒരു പ്രശ്നമുണ്ട്. അവരുടെ കൈവശമുള്ള ചില ഭൂമികൾ കച്ചവടമാകാതെ കിടക്കുകയാണ്. അവക്ക് പ്രായോഗികമായി വിലയില്ലാതായിരിക്കുന്നു.
അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടും വാങ്ങാൻ ആരെയും കിട്ടുന്നില്ല. അത്തരം ഭൂമികളുടെ സക്കാത്ത് എങ്ങനെ നൽകണം? ഞങ്ങൾ പറയുന്നത്, ശൈഖ് റഹിമഹുല്ലാ പറയുന്നു, മറ്റേതെങ്കിലും സ്വത്തുക്കളോ പണമോ അവൻ്റെ കൈവശമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഭൂമിയുടെ സക്കാത്ത് നൽകണം. എന്നാൽ ഈ കച്ചവടമാകാത്ത ഭൂമി മാത്രമാണ് അവൻ്റെ കൈവശമുള്ളതെങ്കിൽ അതിൻ്റെ 40-ൽ ഒരു ഭാഗം ഭൂമിയിൽ നിന്ന് തന്നെ ദരിദ്രർക്ക് നൽകാം. അങ്ങനെ നൽകിയ ഭൂമി അവർക്ക് പ്രയോജനപ്പെടുന്ന സ്ഥലത്താണെങ്കിൽ. അത് സാധ്യമല്ലെങ്കിൽ ഓരോ വർഷവും സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തി വെക്കണം. പിന്നീട് ഭൂമി വിറ്റഴിയുമ്പോൾ ആ സക്കാത്ത് നൽകണം. ഇത്തരം ഭൂമികളെ പണം തിരികെ നൽകാൻ കഴിയാത്ത ഒരു ദരിദ്രൻ്റെ മേലുള്ള കടത്തോട് ഉപമിക്കാം. അത്തരം കടത്തിന് കടം തിരികെ ലഭിക്കുന്നതുവരെ സക്കാത്ത് നിർബന്ധമല്ല. ശരിയായ അഭിപ്രായമനുസരിച്ച് ഒരു ദരിദ്രനും കടം തിരിച്ചടക്കാൻ കഴിയാത്തവനുമായ വ്യക്തിയിൽ നിന്ന് പിന്നീട് കടം ലഭിച്ചാൽ ആ കടം പല വർഷങ്ങളായി കുടിശ്ശികയായിരുന്നാലും ഒരു വർഷത്തിൻ്റെ സക്കാത്ത് മാത്രം നൽകുന്നതാണ്. അതിനാൽ വാങ്ങാൻ ആരുമില്ലാതെ കച്ചവടമാകാതെ കിടക്കുന്ന ഇത്തരം ഭൂമികളെക്കുറിച്ചും പറയാം. അവ വിറ്റഴിയുന്ന വർഷത്തിനായി മാത്രം ഒരു വർഷത്തിൻ്റെ സക്കാത്ത് നൽകിയാൽ മതിയെന്ന് പറയാവുന്നതാണ്. കാരണം ഇതാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലയുടെ അഭിപ്രായം അദ്ദേഹം പറയാണ്, എന്നാൽ കൂടുതൽ സുരക്ഷിതവും മുൻകരുതലുള്ളതുമായ നിലപാട് ഭൂമി വിറ്റഴിയുമ്പോൾ കഴിഞ്ഞ എല്ലാ വർഷങ്ങളുടെയും സക്കാത്ത് നൽകുക എന്നതാണ്. കാരണം ഭൂമി ഇപ്പോഴും അവൻ്റെ ഉടമസ്ഥതയിലും കൈവശവുമാണ്. എന്നാൽ ദരിദ്രൻ്റെ മേലുള്ള കടം അവൻ്റെ കൈവശമല്ല, അതൊരു കടബാധ്യത മാത്രമാണ്. അതിനാലാണ് രണ്ടിനുമിടയിൽ വ്യത്യാസമുള്ളത്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കുറേ വർഷങ്ങളിങ്ങനെ വിൽക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഭൂമി വിൽക്കാതെ പോയി കച്ചവടമൊന്നും ആയില്ല, പിന്നെ വിറ്റാൽ ആ ഒരു വർഷത്തെ സക്കാത്ത് കൊടുത്താൽ മതി എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് എന്താണ്, അത് സൂക്ഷ്മതക്ക് എല്ലാ വർഷവും അതിൻ്റെ കണക്ക് വെച്ചിട്ട് കൊടുക്കുന്നതാണ് സൂക്ഷ്മത. കാരണം ഇതൊരു കടബാധ്യതയായിട്ടാണ് ഉപമിക്കുന്നത്. കാരണം ഒരാൾക്ക് കടം കൊടുത്ത ഒരാൾ ദരിദ്രനാണ്, അയാൾക്ക് കടം തിരിച്ചു തരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു തരുമ്പോൾ ആ ഒരു കൊല്ലത്തെ സക്കാത്ത് കൊടുത്താൽ മതി. അദ്ദേഹം കുറേ കൊല്ലം കടം തിരിച്ചു തരാതെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് കടം തിരിച്ചു തന്നതെങ്കിൽ അദ്ദേഹം കടം തിരിച്ചു തരുമ്പം ആ ഒരു കൊല്ലത്തെ സക്കാത്ത് മാത്രം കൊടുത്താൽ മതി, എല്ലാ വർഷത്തെയും കൊടുക്കേണ്ടതില്ല. അതുപോലെയാണ് ഭൂമിൻ്റെ കാര്യം. പക്ഷേ ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് സൂക്ഷ്മതക്ക്. കാരണം ഒരു കടക്കാരൻ ഒരാൾക്ക് കടം കൊടുത്താൽ ആ പണം നമ്മുടെ ഉടമസ്ഥതയിലില്ല. പക്ഷെ ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഉടമസ്ഥതയിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സക്കാത്ത് എല്ലാ വർഷവും കൊടുക്കുന്നതാണ് സൂക്ഷ്മത എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെ അഭിപ്രായം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ വർഷവും കൊടുക്കേണ്ടതില്ല, എപ്പോഴാണോ ആ ഭൂമി വിൽക്കപ്പെടുന്നത് ആ സമയത്ത് ഒരു വർഷത്തെ സക്കാത്ത് മാത്രം കൊടുത്താൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെ കിതാബുൽ ഫിഖ്ഹിൽ ഇബാദാത്ത് എന്ന ഗ്രന്ഥത്തിലാണ്. മറ്റൊരു ഫത്വയിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തിയുടെ കൈവശം ഒരു ഭൂമിയുണ്ട്, എന്നാൽ അതിനെക്കുറിച്ചുള്ള അവൻ്റെ നീയത്ത് മാറി മാറിയിരിക്കുന്നു. അത് വിൽക്കണോ, അതിൽ കെട്ടിടം പണിയണോ, വാടകയ്ക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ സ്വയം താമസിക്കണോ എന്ന കാര്യത്തിൽ അവന് ഉറപ്പില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വർഷം പൂർത്തിയായാൽ അവൻ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? അപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ലാ മറുപടി പറയാണ്, ഈ ഭൂമിയിൽ ഒട്ടും സക്കാത്തില്ല. അത് വ്യാപാരത്തിനുള്ളതാണെന്ന ഉറച്ച തീരുമാനം അവനില്ലാത്തിടത്തോളം അതിൽ സക്കാത്തില്ല. കാരണം അവൻ സംശയാവസ്ഥയിലാണ്. ഈ സംശയം 1% മാത്രമാണെങ്കിലും അവനിൽ സക്കാത്ത് നിർബന്ധമല്ല. ഇത് ഷെയ്ഖിൻ്റെ മജ്മു ഫത്വ 18-ാം വോള്യൂം 232-ാം പേജാണ്. അതേപോലെ അദ്ദേഹം മറ്റൊരിടത്ത് പറഞ്ഞു, ഒരു വ്യക്തി സംശയാവസ്ഥയിലാണെങ്കിൽ അള്ളാഹുവാണ് അറിയുക, ഞാനിത് വ്യാപാരം ചെയ്യുമോ അതോ കൈവശം വെക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുവെങ്കിൽ
ഉദാഹരണത്തിന് അവൻ്റെ കൈവശം ഒരു ഭൂമിയുണ്ട്. അവൻ പറയുന്നു, ഞാനിത് വിൽക്കുമോ, കൈവശം വെക്കുമോ, അല്ലെങ്കിൽ ഇതിലൊരു കെട്ടിടം പണിയുമോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇതിൽ സക്കാത്തുണ്ടോ? അപ്പോൾ ഷെയ്ഖ് മറുപടി പറഞ്ഞു റഹിമഹുല്ല, അതിൽ സക്കാത്തില്ല. കാരണം സക്കാത്ത് നിർബന്ധമല്ല എന്നതാണ് അടിസ്ഥാന തത്വം. വ്യാപാര ഉദ്ദേശം മാത്രമായി നീയത്ത് പൂർണ്ണമായും ഉറപ്പാകുന്നതുവരെ സക്കാത്ത് നിർബന്ധമാവുകയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ അൽ-ലിഖാഉ ഷഹരി 3-ാം വോള്യൂം 5-ാം പേജാണ്. അപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ അഭിപ്രായത്തിൽ വ്യാപാരത്തിനായി വിൽക്കുക എന്നാൽ ഉറച്ച നിയ്യത്ത് ഉണ്ടെങ്കിൽ സക്കാത്തുണ്ട്. വിൽക്കണോ, വെച്ചിരിക്കണോ, വാടകയ്ക്ക് കൊടുക്കണോ, കെട്ടിടം പണിയണോ എന്ന സംശയമുണ്ടെങ്കിൽ സക്കാത്തില്ല. വ്യാപാര ഉദ്ദേശം പൂർണ്ണമായും വ്യക്തവും ഉറച്ചതുമായിരിക്കണം. അല്ലാത്ത പക്ഷം ഭൂമി വ്യാപാര സാധനം ആയി കണക്കാക്കപ്പെടുകയില്ല. ഇനി ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള തന്നെ ആസ്തിയുടെ സക്കാത്തിൽ പറയുന്നു, ഒരാസ്തി വ്യക്തിപരമായ ഉപയോഗത്തിനായി വാങ്ങിയതും വ്യാപാര ഉദ്ദേശമൊന്നുമില്ലാത്തതുമാണെങ്കിൽ അതിന് സക്കാത്തില്ല. ഇവിടെ വിൽക്കാനുള്ള ഉദ്ദേശവും വ്യാപാരത്തിനുള്ള ഉദ്ദേശവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു വ്യക്തി ആദ്യം വിൽക്കാനുള്ള ഉദ്ദേശമില്ലാതെ ഒരാസ്തി സ്വന്തമാക്കിയിരിക്കാം. പിന്നീടത് ഉപയോഗിക്കാനില്ലാത്തതിനാലോ അതിൻ്റെ വില കൂടിയതിനാലോ ലാഭത്തോടെ വിൽക്കാൻ തീരുമാനിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ ആ ആസ്തിക്ക് സക്കാത്ത് ബാധകമല്ല. കാരണം തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ ഭാവിയിൽ വില കൂടിയാൽ വിറ്റേക്കാമെന്നൊരു സാധ്യത മാത്രം മനസ്സിലുണ്ടെങ്കിൽ അതിനും സക്കാത്തില്ല. എന്നാൽ ഒരു ആസ്തി വാങ്ങുമ്പോഴേ അതിനെ വ്യാപാരത്തിനായി അഥവാ ഉടൻ വിൽപ്പനക്കായി പരസ്യം ചെയ്ത് ലാഭം നേടാനെന്ന ഉദ്ദേശത്തോടെയാണ് വാങ്ങിയതെങ്കിൽ അത് വ്യാപാര സാധനമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ അതിന് സക്കാത്ത് ബാധകമാണ്. അത് വിൽപ്പനക്കായി പരസ്യം ചെയ്തത് മുതൽ ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ മൂല്യം നിസാബ് പരിധിക്ക് മുകളിൽ തുടരുകയാണെങ്കിൽ അതിന് സക്കാത്ത് നൽകേണ്ടതാണ്. വിൽപ്പനയിൽ നിന്നുള്ള തുക മറ്റു സമ്പാദ്യങ്ങളോടൊപ്പം ചേർന്നാൽ അതിന് സക്കാത്ത് ബാധകമാകും. അപ്പോൾ നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇങ്ങനെ തീരുമാനിക്കലോ ആലോചിക്കലോ അല്ല. ബാറക്കല്ലാഹു ഫീക്കും. നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിയ്യത്ത് വെച്ചെന്ന് ഉറപ്പാകാം. നമ്മൾ കച്ചവടത്തിന് നമ്മൾ ബ്രോക്കർമാരോട് പറയും, അല്ലെങ്കിൽ നമ്മൾ പരസ്യം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കുടുംബക്കാരോട് പറയും, ഇങ്ങനൊരു സ്ഥലം കച്ചവടത്തിനുണ്ട്, അത് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ദിവസമാണ് അത് കച്ചവടത്തിൻ്റെ നിയ്യത്താവുകയുള്ളൂ. അല്ലാതെ ഞാൻ ഭാവിയിൽ വിൽക്കാം, എനിക്ക് വില കൂടുമ്പോൾ വിൽക്കാം എന്നൊന്നും അങ്ങനെ വിചാരിച്ചത് കൊണ്ട് മാത്രം എന്താവില്ല, കച്ചവടത്തിൻ്റെ നിയ്യത്ത് ആവുകയില്ല. ഷെയ്ഖ് ഒരു ഉദാഹരണം പറയാണ്. ഒരു വ്യക്തി ഒരു കാറ് വ്യാപാരത്തിന് വാങ്ങിയാൽ അത് വ്യാപാര സാധനമായി കണക്കാക്കപ്പെടുന്നു. അതായത് അതിൻ്റെ മൂല്യം നിസാബിന് മുകളിലായാലും വാങ്ങുമ്പോൾ തന്നെ വ്യാപാര ഉദ്ദേശമുണ്ടായാലും അതിനാൽ സക്കാത്ത് ബാധകമാണ്. എന്നാൽ ഒരു കാറ് വ്യക്തിപരമായ ഉപയോഗത്തിനായി വാങ്ങിയതും പിന്നീടത് വിൽക്കാമെന്ന് വിചാരിച്ചതുമാണെങ്കിൽ അതിന് സക്കാത്തില്ല. കാരണം അത് സ്വന്തമാക്കുന്ന സമയത്ത് വ്യാപാര ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, വിൽക്കാമെന്ന് വിചാരിച്ചതാണെങ്കിൽ പോലും. അതിനാൽ ഒരു സാധനം സ്വന്തമാക്കുമ്പോഴേ വ്യാപാര ഉദ്ദേശമുണ്ടായിരിക്കണം. ഒരു വ്യക്തി വ്യാപാരത്തിനായി ഒരു സാധനം വാങ്ങിയെങ്കിലും അതിൻ്റെ മൂല്യം നിസാബിലെത്തുന്നില്ലെങ്കിൽ, കൂടാതെ നിസാബ് പൂർത്തിയാക്കാൻ അതിനോട് ചേർക്കാവുന്ന മറ്റൊരു സമ്പത്തും അവൻ്റെ കൈവശമില്ലെങ്കിൽ അവന് സക്കാത്ത് നിർബന്ധമില്ല. കാരണം സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ ഒന്നാണ് നിസാബ് തികയുക എന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഒരാൾ കാറ് വാങ്ങി, പക്ഷേ അത് ഉപയോഗത്തിന് വാങ്ങിയതാണ്, പിന്നെ അത് വിൽക്കാൻ തീരുമാനിച്ചതെങ്കിൽ ആ കാറിന് സക്കാത്തില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ 2-3 വർഷം ആ കാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിന് എന്തില്ല, സക്കാത്ത് ഇല്ല. പക്ഷെ കാറ് വിറ്റ് കഴിഞ്ഞ് അതിൻ്റെ പണം കിട്ടിയാൽ
ആ പണം നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പണം നിസാബ് എത്തിയിട്ടില്ല, നമ്മുടെ മറ്റു പണങ്ങളുടെ കൂടെയും ഇനി നമുക്ക് സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ കാറ് കച്ചവടമായ ശേഷം കിട്ടിയ പണം, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ സ്വർണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, അതൊരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ കാറ് വാങ്ങുമ്പോൾ തന്നെ നിയ്യത്തുണ്ട് ഇത് വിൽക്കാനാണ്, എന്നിട്ട് വിൽക്കേണ്ട നിയ്യത്ത് വെച്ചു ആളുകളോട് പറഞ്ഞു, ബ്രോക്കർമാരോട് പറഞ്ഞു, പരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തെ സക്കാത്ത് ആ കാറിനും കൊടുക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ ഭൂമി കച്ചവടത്തിന് തീരുമാനിച്ചിട്ട് നിയ്യത്ത് വെച്ച് കഴിഞ്ഞു, പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് അത് കച്ചവടമാകുന്നുണ്ടെങ്കിൽ മൊത്തം ആ ഭൂമിക്കും സക്കാത്ത് കൊടുക്കണം. അതിന് കിട്ടുന്ന പ്രതിഫലത്തിനും ലാഭത്തിനും സക്കാത്ത് കൊടുക്കണം. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കിട്ടും, അവിടുത്തെ ലിങ്ക് തുറന്നാൽ ഷെയ്ഖിൻ്റെ അറബി വാചകങ്ങളും കിട്ടും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.